നമ്മൾ നോക്കാൻ പോകുന്നത് മോഡ്യൂൾ 5 ആണ്. മോഡ്യൂൾ 5ലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പോയിൻറ്റേഴ്സാണ്. സോ പോയിൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, നമുക്ക് 2 ടൈപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ ആയിരിക്കും, രണ്ടാമതെന്ന് പറയുന്നത് ഡേറ്റയ്ക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾക്കൊരു അഡ്രസ് ലൊക്കേഷനിലാണ്, അല്ലെങ്കിൽ മെമ്മറിയുടെ ഓരോ സ്പേസിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ മെമ്മറി സ്പേസിലോട്ട് അല്ലെങ്കിൽ ഈ അഡ്രസ്സിലോട്ട് പോയിൻ്റ് ചെയ്യുന്നവരെയാണ് പോയിൻറ്റേഴ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് എ വേരിയബിൾ വിച്ച് സ്റ്റോർസ് ദി അഡ്രസ് ഓഫ് എൻ അതർ വേരിയബിൾ, വിച്ച് മീൻസ് ദാറ്റ് പോയിൻ്ററിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് അതൊരു ഇതായിരിക്കും, അഡ്രസ്സായിരിക്കും. ഓക്കെ, അപ്പോൾ പോയിൻറ്റർ എന്താണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പോയിൻറ്റർ എന്താണ്? അതൊരു വേരിയബിളാണ്, അതിൻ്റെ അകത്ത് അഡ്രസ്സ് ആയിരിക്കും, വേറെ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സായിരിക്കും. സോ പോയിൻറ്ററിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സ്റ്റാർ യൂസ് ചെയ്തിട്ടാണ്. സ്റ്റാർ പി എന്ന് പറഞ്ഞാണ് നമ്മൾ പോയിൻറ്ററിൻ്റെ ഡിക്ലറേഷൻ നടത്തുന്നത്. ഓക്കെ, എഗെയിൻ ആസ്ട്രിക്സ് സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിൻറ്റർ പിക്കകത്തോളം, അപ്പോൾ ഇങ്ങനെ ഞാൻ ഇൻറ്റ് സ്റ്റാർ പി എന്ന് പറഞ്ഞ് ഞാനിവിടെ ഒരു പോയിൻറ്ററിനെ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി പിക്കകത്ത് എന്താണ്? ഒരു അഡ്രസ്സാണ്. അപ്പോൾ ഞാനൊരു എൻ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സ് ഇതിനകത്ത് സ്റ്റോർ ചെയ്തു എന്നുണ്ടെങ്കിൽ ദ വാല്യൂ ഓഫ് പി വിൽ ബി വാട്ട്? അഡ്രസ് ഓഫ് എൻ. അപ്പം ദിസ് ഇസ് മൈ ഡിക്ലറേഷൻ പാർട്ട്, ദിസ് ഇസ് മൈ ഇനീഷ്യലൈസേഷൻ പാർട്ട്. ബൈ ചാൻസ് നമ്മൾ ഇനീഷ്യലൈസിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഗാർബേജ് വാല്യൂ കയറിയിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇനി ഞാൻ എങ്ങനെയാണ് ഡേറ്റേനെ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്ത് ആക്സസ് ചെയ്യുന്നത്? അപ്പം എഗെയിൻ നമ്മൾ നേരത്തെ പഠിച്ചത്, അപ്പം ഈ ഒരു എക്സാമ്പിൾ നോക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ചതെല്ലാം ഒന്നുകൂടെ നോക്കേണ്ടി വരും. പി എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിൻറ്ററാണ് അല്ലേ. സ്റ്റാർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണ് പോയിൻറ്ററിന്. ഓക്കെ, ആൻഡ് എന്ന് പറയുന്നത് എന്താണ്? അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ടാണ്. ഓക്കെ, പി ഈസ് ഈക്വൽ ടു ആൻഡ് എൻ എന്ന് പറഞ്ഞാൽ പിക്കകത്ത് എൻസ് അഡ്രസ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എൻ ഇസ് ഈക്വൽ ടു 10. അപ്പം എനിക്കിവിടെ ഒരു വേരിയബിൾ ഉണ്ട് എൻ. എന്നിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1038 ആണ് വിചാരിക്കാം, ജസ്റ്റ് റാൻഡം. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൻ്റെ വാല്യൂ 10 ആണ്, ഇതിൻ്റെ ലൊക്കേഷനാണ് 1038. ഓക്കെ, ഇനി ഞാൻ പി എന്ന് പറഞ്ഞൊരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തു. ഈ പോയിൻ്ററിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് 2045 അപ്പോൾ ഇതാണ് എൻ്റെ ലൊക്കേഷൻ. നൗ പി ഈസ് ഈക്വൽ ടു ആൻഡ് എൻ എന്ന് പറയുമ്പോൾ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി ദ ലൊക്കേഷൻ ഓഫ് എൻ, ദാറ്റ് ഈസ് 1038. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അഡ്രസ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ലൊക്കേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 1038 അറ്റ് എൻ, അഡ്രസ് ഓഫ് എൻ. വാല്യൂ ഓഫ് എൻ, അതായത് എന്നിൻ്റെ അകത്തുള്ള വാല്യൂ എന്താണ്? 10. അഡ്രസ് ഓഫ് പി എന്താണ്? 2048. വാല്യൂ ഓഫ് പി എന്താണ്? 1038. വാല്യൂ ഓഫ് സ്റ്റാർ പി. ഇനി സ്റ്റാർ പി എന്ന് പറയുമ്പോഴത്തേന് എന്താണെന്നറിയാവോ? ഈ പിക്കകത്ത് കിടക്കുന്ന അഡ്രസ്സിൻ്റെ വാല്യൂ, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 10. ഇത് ബേസിക് കൺസെപ്റ്റാണ് പോയിൻറ്ററിൻ്റെ. ഇത് നിങ്ങൾ മനസ്സിലാക്കാണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കാണ്ട് നിങ്ങൾ ഒരിക്കലും, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കാണ്ട് നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോവരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ വേരിയബിളിനും 2 പ്രോപ്പർട്ടീസ് ഉണ്ട്, അഡ്രസ്സും വാല്യൂവും. അഡ്രസ്സ് എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. വാല്യൂ എന്ന് പറയുന്നത് എന്താണ് അതിൽ ഉള്ളിലുള്ള വാല്യൂ. അഡ്രസ്സിനെ ഡിറൈവ് ചെയ്യാൻ നമ്മൾ ആൻഡ് ഓപ്പറേറ്ററാണ്, അല്ലെങ്കിൽ ആ ഒരു ആൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പോയിൻറ്റേഴ്സിൻ്റെ കേസസിൽ നമ്മൾ അറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പം അറ്റ് പി എന്ന് പറയുമ്പോൾ പിയുടെ അഡ്രസ്സാണ് കിട്ടുന്നത്. പി എന്ന് പറയുമ്പോൾ പിയുടെ അകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന ആരുടെ അഡ്രസ്സാണോ അതാണ് കിട്ടുന്നത്.
സ്റ്റാർ പി എന്ന് പറയുന്നത് പിയുടെ അകത്ത് സ്റ്റോർ ചെയ്ത അഡ്രസ്സിൻ്റെ ഒറിജിനൽ വാല്യൂ. അതായത് ഇവിടെ നമ്മൾ ഇതെന്ന് പറയുന്ന എന്നിൻ്റെ അഡ്രസ്സാണല്ലേ, എന്നിൻ്റെ വാല്യൂ ആണ് സ്റ്റാർ പി യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പോയിൻറ്റേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഗാർബേജ് വാല്യൂസ് ഇരിക്കും എന്നുള്ളതല്ലേ. അങ്ങനെ ഗാർബേജ് വാല്യൂ ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് നൾ പോയിൻറ്റേഴ്സ്. അതായത് ഞാൻ ഈ പോയിൻറ്ററിനെ ഇനീഷ്യലി ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേനെ ഞാൻ ഇസ് ഈക്വൽ ടു നൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനീഷ്യലി നള്ളായിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും അതിനകത്ത് വാല്യൂസ് വെച്ച് ഫില്ലിൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് നൾ പോയിൻറ്റർ. നമുക്ക് ഇനീഷ്യലി ഒരു വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഡിക്ലറേഷൻ്റെ സമയത്ത് നമുക്ക് നൾ എന്നുള്ളൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. ഓപ്പറേഷൻസ് ഓൺ പോയിൻറ്റേഴ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. അഡ്രസ്സ് നമുക്ക് പോയിൻറ്ററിലോട്ട് എന്താണ് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. നൾ വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു പോയിൻറ്ററിന് വേറൊരു പോയിൻറ്ററിൻ്റെ അഡ്രസ്സും സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ നമുക്ക് അഡീഷൻ സബ്ട്രാക്ഷൻ പോലത്തുള്ള ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇൻക്രിമെൻറ്റിങ് ചെയ്യുമ്പോഴത്തേനും +1 ചെയ്യുമ്പോഴത്തേനും ലെങ്ത്, ഡേറ്റ ടൈപ്പിൻ്റെ ലെങ്ത്താണ് അല്ലെങ്കിൽ ആ ഒരു മെമ്മറിയുടെ ലെങ്ത്താണ് കൂടുന്നത്. അതുപോലെ തന്നെ പോയിൻറ്റർ വേരിയബിൾ നമുക്ക് നൾ വാല്യൂസായിട്ട് കമ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഏതൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്തത്, റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് 2 numbers യൂസിങ് പോയിൻറ്റേഴ്സ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 2 നമ്പേഴ്സ് ഉണ്ട്, എക്സും വൈയും. ഓക്കെ, ഈ എക്സും വൈയുടെയും സമ്മേഷൻ നമ്മൾ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്ത് ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് 2 pointers, എക്സ് പി ആൻഡ് വൈ പി. ഓക്കെ, ഒരു പോയിൻറ്ററിനകത്തോട് നമ്മൾ ഇവരുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ ചെയ്യുന്നത്. അതായത് ഇവരുടെ അഡ്രസ്സ് 1000, ഇത് 1004 ആണെന്ന് വിചാരിക്കുക. 2000, 2004. ആദ്യം ഞാൻ എന്താണ് ചെയ്യുന്നത്, നമുക്ക് സം ഓഫ് 2 numbers ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ഒന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യമേ ഞാൻ യൂസറിൻ്റെ അടുത്ത് എക്സിൻ്റെ വാല്യൂ എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ യൂസർ ഇപ്പം 5 ആണ് എൻ്റർ ചെയ്തതെന്ന് വിചാരിക്കുക. വൈയുടെ വാല്യൂ എൻ്റർ ചെയ്യാൻ പറയും, 4 ആണ് എൻ്റർ ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരൊക്കെ ഇപ്പം ഇവരുടെ അഡ്രസ്സിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി ഞാൻ എക്സ് പി എന്ന് പറഞ്ഞ പോയിൻറ്ററിനെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇത് പോയിൻറ്ററാണ്. ഇവരുടെ വാല്യൂ എന്ന് പറയുന്നത്, എക്സ് പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ അഡ്രസ്സായിരിക്കും. വൈ പിയുടെ വാല്യൂ വൈയുടെ അഡ്രസ്സായിരിക്കും. ഓക്കെ, ഇനി പോയിൻറ്റേഴ്സ് യൂസ് ചെയ്ത് ഞാൻ എങ്ങനെയാണ് അഡീഷൻ ചെയ്യുന്നത്? എനിക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? 5ഉം 4ഉമാണ് അല്ലേ. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എക്സ് ആൻഡ് വൈ ആണേ. എക്സ് പി എന്ന് പറയുന്നത് എന്താണ്? എക്സ് പി എന്ന് പറയുന്നത്, എക്സ് പിയുടെ കണ്ടൻറ്റ് എന്താണ്? എക്സിൻ്റെ അഡ്രസ്സാണ്. അപ്പം സ്റ്റാർ എക്സ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൻ്റെ വാല്യൂ ആണ്. ദാറ്റ്സ് നത്തിങ് ബട്ട് 5. ഓക്കെ, അപ്പം ഇങ്ങനെ എനിക്ക് സമ്മിനെ എഴുതാനായിട്ട് സാധിക്കത്തില്ലേ? എഴുതാനായിട്ട് പറ്റത്തില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ എക്സാമ്പിൾ മനസ്സിലാക്കണം എന്നുള്ളത്. സോ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിൻറ്ററിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന അഡ്രസ്സിൻ്റെ വാല്യൂ നമുക്ക് റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ നമുക്ക് സം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതിനോട് തന്നെ സിമിലർ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അടുത്ത് നമുക്ക് കൊടുത്തേക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് എ പ്രോഗ്രാം ടു സ്വാപ്പ് 2 വേരിയബിൾസ് യൂസിങ് പോയിൻറ്റേഴ്സ്. ഇവിടുത്തെ ലോജിക് എല്ലാം സെയിം ആണ്. നമുക്കൊരു ടെംപ് വേരിയബിൾ കാണും, അതിനകത്ത് ഞാൻ എയുടെ വാല്യൂ ചെയ്തു, എ ഈസ് ഈക്വൽ ടു ബി, ബി ഈസ് ഈക്വൽ ടു ടെംപ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പക്ക ലോജിക്ക് പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ എങ്ങനെയാണ് പോയിൻറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പോയിൻറ്റേഴ്സിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾക്ക് എക്സ് വൈയുടെ വാല്യൂസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ 10ഉം 20 നമ്മൾ പറയുന്നത്. ഞാൻ 2 പോയിൻറ്റേഴ്സ് ഇപ്പം എ ആൻഡ് ബി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടുത്തെ അഡ്രസ്സ് എന്ന് പറയുന്നത് 1000ഉം ഇത് 1004ഉം ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും എയുടെയും ബിയുടെയും അകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഈ എക്ക് പകരം എനിക്ക് എന്താണ് ഇവിടെ? എ എന്ന് പറയുന്നത് ഞാനിവിടെ യൂസ് ചെയ്തത് എ ആണ്. എക്സും വൈയും എടുത്ത് എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു 10. അപ്പം ഇവിടെ ഈ എക്സിനും വൈക്കും പകരം എനിക്ക് എന്ത് യൂസ് ചെയ്യാം? സ്റ്റാർ എ എനിക്ക് യൂസ് ചെയ്യത്തില്ലേ? എന്തുകൊണ്ടാണ്? എക്കകത്ത് എക്സിൻ്റെ അഡ്രസ്സ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാർ എ ആണ്. അപ്പോൾ ഈ എക്സിന് പകരം സ്റ്റാർ എ, എക്സ് എവിടെയുണ്ട് അതിന് പകരം സ്റ്റാർ എ, വൈ എവിടെയുണ്ട് അതിന് പകരം സ്റ്റാർ ബി.
കണ്ടോ, നിങ്ങൾക്ക് ലോജിക്ക് അറിയാം, അപ്പോൾ അത് പോയിൻറ്റേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാനും ഈസിയാണ്. അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും. അപ്പോൾ ബിഫോർ സ്വാപ്പിങ്ങിൻ്റെ ആഫ്റ്റർ സ്വാപ്പിങ്ങിൻ്റെ നിങ്ങൾ പ്രിൻറ്റ് ചെയ്ത് ഔട്ട്പുട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പിന്നെയുള്ള ദൗത്യം എന്ന് പറയുന്നത്.